ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ ചെമ്പനീർപ്പൂവിൻ്റെ കഥ പറയാം. ഇത്തിരി ലേറ്റായി ഇപ്പോൾ. വേറെ ഒന്നല്ല, ഞങ്ങൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലേക്കൊന്ന് പോയേക്കായിരുന്നു. പോയിട്ട് ഇത് ഇപ്പോൾ വന്ന് കയറിയുള്ളൂ. സോറി കേട്ടോ. അപ്പോൾ കഥ പറഞ്ഞു വന്നേക്കുന്നത് എവിടെയാ? ഗജാനന്ദനാണ് രേവതിയുടെ ആക്സിഡൻറ്റ് പിന്നിലെന്ന് വിചാരിച്ചിട്ട് ചോര തിളച്ച് നിൽക്കുകയാണല്ലോ സച്ചി എന്നിട്ട് ആ വിവരം രേവതിയോട് പറയുകയാണ്. ഗജാനന്ദനാണ് പറയുമ്പോൾ രേവതി ഞെട്ടാണ്, രവീന്ദ്രൻ ഞെട്ടാണ്. അപ്പോൾ സച്ചി പറയാണ്, അവനെല്ലാം ഞാൻ കൊടുത്തോളാം, അവൻ അങ്ങനെ ഒരു കാര്യം അവൻ ചെയ്യില്ല പറയുമ്പോൾ രവീന്ദ്രൻ പറയണം, എടുത്തു ചാടി നീ ഒന്നും ചെയ്യരുത് സച്ചി എന്ന് പറയണം. അപ്പം രേവതി പറയും, സച്ചേട്ടൻ ഇപ്പോൾ പോയിട്ട് ഒന്നും ചെയ്യരുത് സച്ചേട്ടാ, ഗജാനന്ദന് അങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ സച്ചേട്ടനൊരു കാര്യം ചെയ്യാമല്ലോ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സംശയം പറയാമല്ലോ, അപ്പോൾ അവർ ചെയ്തോളും. എന്താ വെച്ചാൽ അല്ലാണ്ട് നിയമം കയ്യിലെടുക്കാൻ സച്ചേട്ടന് അധികാരമില്ല. സച്ചേട്ടൻ ഇപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസുകാർ ഒരിക്കലും അവരുടെ വഴിക്ക് അവർ ശരിക്കും ചെയ്യില്ല എന്ന് പറയാണ്. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നാലും സച്ചി അതൊക്കെ അടക്കിയിട്ട് പറയണം, ശരി നിങ്ങളൊക്കെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ശരി, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഗജാനന്ദൻ്റെ വിവരം പറയട്ടെ എന്ന് പറയണം. അപ്പോൾ ഇതാരാ പറഞ്ഞ് ഇതെങ്ങനെ ഇപ്പോൾ സച്ചേട്ടനറിയാം ഗജാനന്ദനാന്ന് ചോദിക്കുമ്പോൾ പറയും, നിൻ്റെ വീട്ടിലവൻ പോയിണ്ടായിരുന്നു, നിൻ്റെ വീട്ടിലവൻ പോയിട്ട് അവന് ഞാൻ കാരണം അവന് നാട്ടിൽ നിലനിൽപ്പില്ല പറഞ്ഞു, അവന് എനിക്ക് വേദനിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് വേദനിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നിന്നെ ഇതാക്കിയേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ നല്ലോണം പോയി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയും രേവതിയോട്. അപ്പോൾ രേവതി പറയും, എന്തായാലും സച്ചേട്ടൻ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, സച്ചേട്ടൻ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുക, കംപ്ലൈൻറ്റിന് ഇങ്ങനെ സംശയം ഉണ്ട് എന്ന് പറയും. അപ്പോൾ ശരി നിങ്ങൾ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതി പറയും, മോനെ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. എന്താ ചോദിച്ചിട്ട് രേവതിയുടെ അടുത്ത് വന്നിരിക്കും. പറയും, അപ്പോൾ പറഞ്ഞതൊക്കെ കേൾക്കാൻ പറ്റുമല്ലേ, അപ്പോൾ നല്ല കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിന് രേവതി സച്ചിയുടെ കൈയെടുത്തിട്ട് രേവതി ഒരു ഉമ്മ കൊടുക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര സ്നേഹവും സന്തോഷവും. സച്ചി മെല്ലെ രേവതി മോനെ മാറിപ്പോയി അമ്മയും ദേവുണ്ട് അവിടെ, പോയേ പറഞ്ഞിട്ട് രേവതി സച്ചിനെ അവിടെ നിന്ന് മാറ്റും. അത് കഴിഞ്ഞ് സച്ചി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവും. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും, സാറേ, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ എസ് ഐ എവിടേക്ക് പോകാനുള്ള പുറപ്പാടിലെന്ന് വെച്ചാൽ ഏതോ ഒരു മോഷണ കേസിലത്തെ പ്രതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാറേ, നിന്നെ ആരെക്കൊണ്ട് കയറ്റി വിട്ട് എന്താണോ ചോദിക്കുക. പറയും, സാറേ ഞാൻ സച്ചി, എനിക്ക് മനസ്സിലായി എന്നത്തെ ആക്സിഡൻറ്റ് കേസല്ലേ, ഞങ്ങൾ അന്വേഷിച്ചോളാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറയും. അല്ല സാർ, എനിക്കൊരു സംശയമുണ്ട്, ഒരാളെ സംശയമുണ്ട്. അതെന്താ നീ ഇത്ര ദിവസം പറയാതെ ഇപ്പം പറയാൻ വന്നേ? അല്ല സാറേ, അയാൾ എൻ്റെ ഭാര്യ വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തി ഇത്ര, അപ്പോൾ അയാളെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്, എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. ആ സംശയം ഉണ്ടെങ്കിൽ നീ അതൊക്കെ അവിടെ എഴുതി കൊടുക്കുക, ഇപ്പോൾ ഇതൊന്നും കേൾക്കാൻ നേരമില്ല, ഒരാഴ്ചയായിട്ട് കയ്യിൽ നിന്ന് പോയിട്ടുള്ള പ്രതിനെ ഇപ്പോൾ പിടിക്കാനാണ് പോണത്, ആദ്യം ആ പ്രതിയെ പിടിക്കട്ടെ പറയും. അപ്പോൾ സച്ചി, സാറേ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് സാറേ, നിന്നോടല്ലേ പറഞ്ഞത് എനിക്ക് അനുസരിക്കാൻ തീരെ വയ്യ, ഞാൻ പോയിട്ട് ആദ്യം പ്രതിനെ പിടിച്ചിട്ട് വരട്ടെ, ഇപ്പോൾ അതാ വലുത്, നീ ഇത് വേണമെങ്കിൽ എഴുതി കൊടുക്കാൻ നോക്കുക, എന്നിട്ട് പോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലീസുകാരെ മൈൻഡ് ചെയ്യാതെ സച്ചിനെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോകും. പോകുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരും. സച്ചി നേരെ ടാക്സി സ്റ്റാൻഡിൽ വന്നിട്ട് അങ്ങനെ ഉണ്ടായി നീച്ചോട് പറയും. അപ്പോൾ ഈച്ച പറയും, ഗജാനന്ദൻ്റെ കാര്യം സച്ചി ഇങ്ങനെ പറയും, രേവതിനെ ചെയ്ത് ഗജാനന്ദനാണോ സംശയമുണ്ട്, അവങ്ങനെ രേവതിയുടെ വീട്ടിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ ഈച്ച പറയും, അവനെ വെറുതെ വിടരുതടാ സച്ചി എന്ന് പറയും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഗജാനന്ദൻ്റെ ഓഫീസിലേക്ക് പോകും. ഗജാനന്ദൻ്റെ ഓഫീസിൽ പോയ സമയത്ത് ഗജാനന്ദൻ ഇരുന്ന് സംസാരിക്കണം, ഈ സച്ചി കാരണം നമുക്ക് ഈ നാട്ടിൽ നിലനിൽപ്പില്ലാത്ത അവസ്ഥയായി, നമ്മുടെ ബിസിനസ് ഇനി ഇവിടെ വിജയിക്കുന്ന ഒന്നല്ലേ, അവനാണ് വലിയ ആളായിട്ട് ഇതാവണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് സച്ചി കയറി വരിക. സച്ചി കയറി വന്ന വഴിക്ക്, ഏട്ടാ നിന്നെ ഞാൻ മറ്റേ ഗജാനന്ദൻ ചാടി നിൽക്കുമ്പോൾ സച്ചി ഗജാനന്ദനെ അടിച്ച് തവിട് പൊടിയാക്കും. എന്നിട്ട് പറയും, നീ എന്നോടുള്ള ദേഷ്യം എൻ്റെ ഭാര്യയോട് തീർക്കൂലേ, നീ എൻ്റെ ഭാര്യ വീട്ടിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തൂലേ, നീ എന്നോടുള്ള ദേഷ്യം എൻ്റെ ഭാര്യയോട് തീർക്കൂലേ, നീ എന്താടാ പറഞ്ഞത്, എനിക്ക് രേവതിക്ക് കൊണ്ട എനിക്ക് വേദനിക്കുന്നില്ല, നീയല്ലേടാ എൻ്റെ ഭാര്യയുടെ ആക്സിഡൻറ്റിലേക്ക് പിന്നിലെന്ന് ചോദിച്ചിട്ട് ഗജാനന്ദനെ തല്ലുമ്പോൾ ഗജാനന്ദൻ പറയും, സച്ചി സത്യമായിട്ട് ഞാനല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാണ്. നിനക്ക് ഞാൻ തരാടാ പറഞ്ഞിട്ട് സച്ചി ഗജാനന്ദനെ തല്ലി തൊടുപിടിയാക്കണം. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ ഇങ്ങനെ രേവതിയുടെ അമ്മ ലക്ഷ്മി ഇങ്ങനെ അടുക്കളയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ ദേവുജൊക്കെ എന്താ അമ്മ ആലോചിക്കണം ചോദിക്കുമ്പോൾ പറയും, അല്ല മോളെ ഞാൻ ആലോചിക്കായിരുന്നു, പെൺമക്കളുടെ വീട്ടിലൊക്കെ വന്നിട്ട് 2-3 ദിവസം നിൽക്കണം എന്ന്, അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നും എല്ലാ അമ്മമാർക്കും ആഗ്രഹം ഉണ്ടാവും, എനിക്കും അതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ വരുമ്പോഴൊക്കെ എന്നെ ആട്ടിപ്പയക്കുന്നു, ചന്ദ്രമതി എന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് അപമാനിച്ച് വിട്ടേക്കണം, സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പേടിയായിരുന്നു എന്നൊക്കെ പറയാണ് രേവതിയുടെ അമ്മ. എന്തായാലും ഇപ്പോഴെങ്കിലും അതിന് പറ്റിയില്ലോ എന്ന് പറയണം. ഇപ്പോൾ വീട്ടുകാർക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രേവതിയുടെ അമ്മ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയും, മോളെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, സച്ചേട്ടൻ വഴക്കുണ്ടാക്കാൻ പോയതാണെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ സച്ചേട്ടന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കണ്ട അമ്മ, ഇത് വലിയൊരു പ്രശ്നം സോൾവ് ആയിട്ട് ഇരിക്കുകയെന്നൊക്കെ പറയും. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും, ഗജാനന്ദനെ കാണാൻ വേണ്ടി ഇരുന്നതായെന്ന് പറയും. അപ്പോൾ ചോദിക്കുക, ആരാ പറഞ്ഞത്? അപ്പോൾ ദേവുവിനോട് ചോദിക്കുക രേവതി, നീ പറഞ്ഞല്ലേ സച്ചേട്ടനോട്? അപ്പോൾ
രേവതിയുടെ അമ്മ ചോദിക്കും, നീ പറഞ്ഞ സച്ചേട്ടനോട്? ആ ഞാൻ പറഞ്ഞു. നീ പറഞ്ഞൂലേ, നീ അങ്ങോട്ട് വാടി വീട്ടിലേക്ക്, നിനക്കുള്ള ഞാൻ അവിടെ വെച്ചിട്ട് തരാമെന്ന് പറയും. ഈശ്വര ഭാഗ്യം അവന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തോന്നിയത്, ഇല്ലെങ്കിൽ ഇത് എവിടെ വെച്ച് അവസാനിച്ചെന്ന് ചോദിക്കുമ്പോൾ ദേവ് പറയും, പോലീസ് സ്റ്റേഷനിലേക്കാണോ ഗജാനന്ദൻ്റെ അടുത്തേക്കാണോ പോയിക്കണമെന്ന് ദൈവത്തിന് അറിയാമെന്ന് പറയും. ദൈവം നിനക്ക് ഞാൻ തരാട്ടോ, നീ വീട്ടിലേക്ക് വാ പറയും. എന്നിട്ട് അങ്ങനെ ലക്ഷ്മി യാത്ര പറഞ്ഞ് ഇറങ്ങണ നേരത്ത് വീണ്ടും കരഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട്, മോളെ എനിക്ക് സഹിക്കണില്ല എന്ന് പറഞ്ഞിട്ട് രേവതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കരഞ്ഞിട്ട് അങ്ങനെ യാത്ര പറഞ്ഞ് പോവാണ്. അങ്ങനെ അവർ യാത്ര പറഞ്ഞിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ ഗജാനന്ദനെ തല്ലി ചതച്ചിട്ടുണ്ട്. അങ്ങനെ രേവതിയുടെ അമ്മ രേവതിക്ക് ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. സച്ചി ഗജാനന്ദനെ തല്ലി ചതച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് സച്ചിക്ക് വിളി വരുമോ, ഗജാനന്ദൻ പരാതി കൊടുക്കുമോ, എന്താ ഉണ്ടാവുകയെന്നറിയില്ല. അപ്പം അങ്ങനെ രേവതിയുടെ ഒരു അമ്മയ്ക്ക് മകളോടുള്ള വാത്സല്യത, രേവതിയോടുള്ള വാത്സല്യം സൂചിപ്പിക്കുന്ന ഒരു എപ്പിസോഡാണെന്ന് അവർ സമാധാനമായിട്ട് ആരുടെയും ചന്ദ്രമതിയുടെ മുഖമൊന്നും കാണാതെ അങ്ങനെ നല്ല രീതിക്ക് രേവതിക്ക് ഒരു കുത്തുണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിൻ്റെ സന്തോഷത്തിലാണ് ലക്ഷ്മി. അപ്പോൾ രേവതിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ വാരി തരണോ, ഞാൻ വിളമ്പി തരണോ മുളക്കെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, വേണ്ട അമ്മ പൊക്കോ, ഞാൻ എടുത്ത് കഴിച്ചോളാം. മുളക്ക് വിശക്കുന്നുണ്ടോ എന്നൊക്കെ കേൾക്കുമ്പോൾ, ഇല്ല അമ്മ പൊക്കോ, ഞാൻ എടുത്ത് കഴിച്ചോളാം എന്ന് പറയണം. എന്നിട്ട് പറയണം, എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ പൂ കൊടുക്കണേ ദേവു, നിനക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാലോ, ഓർഡറുകളൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്യാട്ടോ എന്നൊക്കെ പറയാം. അപ്പോഴും രേവതി കഷ്ടപ്പെട്ട ഒരു ഭാഗത്ത് കിടന്നാലും രേവതിയുടെ ഓർഡറുകളൊന്നും കളയുന്നില്ല, അതെല്ലാം രേവതി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ട. അങ്ങനത്തെ എപ്പിസോഡിലാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ് അവസാനിക്കുന്നത്. കഥയുടെ ഇത്തിരി ലേറ്റ് ആയതിന് സോറി. എൻ്റെ ചാനലൊന്ന് കണ്ടിട്ട്, എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടിട്ട് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം നാളെ എന്തായാലും കറക്റ്റ് ടൈമിൽ 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കഥയിടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.